സതീശ, ഒന്നവിടെ നിന്നേ. പിറകിൽ നിന്നും ഒരു പരിചയമുള്ള ശബ്ദം കേട്ടതും സതീശൻ ഒന്ന് തിരിഞ്ഞു നോക്കി. രമേശനാണ്. സതീശൻ രമേശനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. വെയിലിന്റെ കഠിനമായ ചൂടുകൊണ്ടാകാം രണ്ടാളും അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ട്. നീ ഇത് എവിടെ പോയതാ? രമേശൻ ചോദിച്ചു. ഒന്നും പറയണ്ട രമേശ, ബാങ്കിൽ പോയതാ. കുറെ കാലായി ഇതിന്റെ പിന്നാലെ നടക്കുന്നു. എന്തായാലും ഇതുവരെ നടന്നതിന് കാര്യണ്ടായി. ഇന്നെല്ലാം ശരിയായി. ഈ മാസം അവസാനത്തിൽ പൈസ കയ്യിൽ കിട്ടുമെന്നാ പറഞ്ഞേ. മുൻപോട്ട് നടക്കുന്നതിനിടയിൽ സതീശൻ പറഞ്ഞു. അതുകേട്ട് രമേശൻ ഒന്ന് മൂളി. അല്ല, നീ ഇതെവിടെ പോയതാ? സതീശൻ രമേശനോട് തിരിച്ചു ചോദിച്ചു. ഞാൻ കുറച്ച് സാധനം വാങ്ങാൻ. നീ വാ, നമുക്കെന്തേലും കുടിക്കാം. വിയർത്തൊലിച്ച സതീശനെ കണ്ട് രമേശൻ പറഞ്ഞു. വേണ്ടടാ, ഇപ്പോ വീടെത്തില്ലേ. സതീശൻ അത് പറയുമ്പോൾ രമേശൻ ഒന്ന് അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിലും പെൺമക്കളുടെ കല്യാണമാകുമ്പോൾ എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെയൊക്കെയാകും. 1 രൂപയെങ്കിൽ 1 രൂപ, അത് കയ്യിൽ കരുതി വെക്കാൻ ശ്രമിക്കും. താനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? എന്നിട്ടോ അവസാനം എന്തുണ്ടായി? അത് ഓർക്കുവാൻ പോലും രമേശന് ആകുന്നുണ്ടായിരുന്നില്ല. കല്യാണത്തിന് ഇനി എത്രയുണ്ട്? 2 മാസം തികച്ചില്ല. ഇപ്പോഴേ പൈസയെല്ലാം കണ്ടുവച്ചാൽ സമാധാനമായിട്ടിരിക്കാലോ. അതുകേട്ട് രമേശൻ വെറുതെ ഒന്ന് മൂളി. അവരെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? 2 നിമിഷത്തിന് ശേഷം രമേശൻ ചോദിക്കുമ്പോൾ സതീശൻ ഒന്ന് രമേശനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇത്ര വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ചെറുക്കൻ്റെ കാരണവന്മാര് വന്നപ്പോൾ അവരുടെ നിലയും വിലയും ഒക്കെ പറഞ്ഞു. എത്രയായാലും നമ്മുടെ കുട്ടി അവിടെ ജീവിക്കേണ്ടതല്ലേ? അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും കൊടുക്കണ്ടേ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല, അവൻ വേണമെന്നോ വേണ്ടെന്നോ പറഞ്ഞില്ല. അതിനർത്ഥം കിട്ടിയാൽ അവന് കുഴപ്പമില്ലെന്നല്ലേ? രമേശന് അത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സതീശൻ രമേശനെ തന്നെ ഒന്ന് നോക്കി. രമേശന്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടോ എന്ന് സതീശന് തോന്നി. സതീശൻ അത് പറയുമ്പോൾ രമേശന് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവളെന്തോ പഠിക്കല്ലേ? അത് കഴിഞ്ഞോ? PG കഴിഞ്ഞു. ഇപ്പോൾ PSC ക്ലാസ്സിന് പോയോണ്ടിരിക്കുക. നിനക്കറിയില്ലേ, നല്ലോണം പഠിക്കും. അവൾക്കിനിയും പഠിക്കണമെന്നാ. അതു കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നൊക്കെയാ അവള് പറയുന്നേ. കല്യാണം കഴിഞ്ഞാലും തുടർന്ന് പഠിക്കുന്നതിൽ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. പിന്നെ നല്ല തറവാട്ടുകാരാ. ഇതുപോലെ ഒരു ബന്ധം ഇനി നമുക്ക് കിട്ടിയെന്ന് വരില്ല. സതീശൻ അത് പറയുമ്പോൾ സതീശന്റെ മകൾ ആരതിയുടെ സ്ഥാനത്ത് അയാൾക്ക് അയാളുടെ സ്വന്തം മകളെ ഓർമ്മ വന്നു. തൻ്റെ കയ്യിൽ തൂങ്ങി നടന്നിരുന്ന മകൾ. അവസാനം വെള്ള പുതച്ച് ഉമ്മറത്ത് കൊണ്ടുകിടത്തിയ അവളുടെ മുഖം ഓർമ്മ വന്നതും രമേശന് വല്ലാത്ത വെപ്രാളം തോന്നി. രമേശൻ ഒന്ന് ആഞ്ഞു ശ്വാസം എടുത്തു. എൻ്റെ മാളുവും നിന്റെ മോളും ഒരേ പ്രായമാ. നീ ചിന്തിക്കുന്നത് പോലെ 1 വർഷം മുൻപ് ഞാനും ചിന്തിച്ചു. എന്നിട്ട് അവസാനം എന്തുണ്ടായി? ജീവനില്ലാതെ എൻ്റെ കുട്ടി കിടക്കുന്നത് കാണേണ്ടി വന്നില്ലേ ഞാൻ? ആരതിയെപ്പോലെ തന്നെ എൻ്റെ മോളും എന്നോട് ഒരുപാട് തവണ പറഞ്ഞതാ, എനിക്കിനിയും പഠിക്കണം അച്ഛാ എന്ന്, പഠിച്ച് വലിയൊരാളാവണമെന്ന്. എന്നിട്ട് മതി കല്യാണമെന്ന് എൻ്റെ കാലു പിടിച്ച് പറഞ്ഞതാ. പക്ഷേ ഞാൻ കേട്ടില്ല. അവൾക്ക് വന്നതും വലിയ തറവാട്ടുകാർ തന്നെയായിരുന്നു. ഒത്തിരി സ്വത്തുള്ളവര്. എൻ്റെ മോളെ പൊന്നുപോലെ നോക്കിക്കോളാമെന്നും അവൾക്കിഷ്ടമുള്ള അത്രയും പഠിപ്പിക്കാമെന്നും വാക്കു തന്നു. സതീശ, നീ പറഞ്ഞതുപോലെ അവരും പൊന്നും പണവും ഒന്നും ചോദിച്ചില്ല. പെണ്ണിനെ മാത്രം മതിയെന്നാ പറഞ്ഞേ. ഞാനത് ഒരു പൊട്ടനെപ്പോലെ വിശ്വസിച്ചു. അവര് കുറെ അവരുടെ തറവാടിൻ്റെ അന്തസ്സും അഭിമാനവും പറഞ്ഞു. പക്ഷേ അത് സ്ത്രീധനം ചോദിക്കാതെ ചോദിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ മോള് ജീവിക്കേണ്ടത് അവിടെയല്ലേ എന്നും ഞങ്ങൾക്കുള്ളതെല്ലാം അവൾക്കുള്ളതല്ലേ എന്നും പറഞ്ഞ് ആവശ്യത്തിലധികം അവൾക്ക് കൊടുത്തു. അവളൊരു മോളല്ലേ ഞങ്ങൾക്ക്. ആ മോൾക്ക് കൊടുക്കാതെ വേറെ ആർക്ക് കൊടുക്കാനാ എന്നേ ചിന്തിച്ചുള്ളൂ. അവളെ കെട്ടിയവനെ സ്വന്തം മകനെപ്പോലെയാ ഞാനും രാധയും കണ്ടത്. പക്ഷേ കിട്ടിയതൊന്നും പോരാതെ അതും പറഞ്ഞ് വീണ്ടും വീണ്ടും അവളെ ദ്രോഹിച്ചു. എൻ്റെ കുഞ്ഞിനെ കൊന്ന ദ്രോഹിയാ അവൻ. പറയുമ്പോൾ രമേശൻ ഹൃദയഭാരം കൊണ്ട് വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും രമേശന്റെ വായിൽ നിന്നും തന്നെ ഇതെല്ലാം കേൾക്കുമ്പോൾ സതീശനും ആകെ വല്ലാതെയാകുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഇനി അവൾക്കായി കൊടുക്കാൻ ഒന്നുമില്ലെന്ന് എൻ്റെ കുട്ടിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊന്നും ഞങ്ങളെ അറിയിച്ചില്ല. ഒന്ന് ഫോൺ വിളിക്കുമ്പോഴെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നേനെ. പക്ഷേ അവൾ ഒന്നും അറിയിച്ചില്ല. എല്ലാം ഒറ്റയ്ക്ക് സഹിച്ചു. വലിയ ആർഭാടമായി നടത്തിയ കല്യാണമല്ലേ.
ഇങ്ങനെയൊക്കെയായി എന്നു നാട്ടുകാരറിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാകും എന്ന് കരുതി കാണും. പക്ഷേ നാട്ടുകാരല്ല, അവളാണ് ഞങ്ങൾക്ക് വലുതെന്ന് അവൾ ഓർത്തില്ല. 1 മാസം തികച്ചു നിന്നിട്ടില്ല എൻ്റെ കുട്ടി അവിടെ. അപ്പോഴേക്കും എൻ്റെ കുട്ടിയെ കൊന്നുകളഞ്ഞു ആ ദ്രോഹി. അവൻ്റെ ഉപദ്രവം സഹിക്കാനാവാതെ ആർക്കും ഭാരമാകാൻ നിൽക്കാതെ അവൾ അങ്ങ് പോയി. ചിലപ്പോൾ അവൻ കൊന്നു കെട്ടിത്തൂക്കിയതാവും അവളെ, അതും പറയാൻ പറ്റില്ല. അവൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല. ഞങ്ങളുടെ ഈ കണ്ണീരിന് മറുപടി പറയാതെ അവനും അവൻ്റെ വീട്ടുകാരും ഈ ഭൂമിന്ന് പോവില്ല. ഞങ്ങൾക്ക് അവൾ ഒറ്റ മോളല്ലേ സതീശ? ഇത്ര കാലം താഴത്തും തലയിലും വെക്കാതെ കൊണ്ടു നടന്നിട്ട് അവസാനം പൊന്നും പണവും കൊടുത്ത് അവളെ കൊല്ലാൻ കൊടുത്തതുപോലെയായിപ്പോയി. എവിടെയോ കിടക്കുന്ന ഏതോ ഒരുത്തൻ കാരണം എൻ്റെ കുഞ്ഞ്. രമേശൻ നിറഞ്ഞൊഴുകിയ കണ്ണമർത്തി തുടച്ചു. അവൾ പോയതിനു ശേഷം ഞാനും അവളുടെ അമ്മയും ഉറങ്ങിയിട്ടില്ല. എനിക്കിനിയും പഠിക്കണം അച്ഛാ എന്ന് പറഞ്ഞ് കരഞ്ഞ എൻ്റെ മോളെ മുഖമാ എപ്പോഴും ഓർമ്മ വരുന്നേ. അന്നവൾ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നെന്ന് ഇപ്പോൾ 1000 പ്രാവശ്യം എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ മോള് ഇന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. രമേശൻ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ വീണ്ടും അമർത്തി തുടച്ചു. സതീശന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അയാൾ ആശ്വാസം പകരാൻ ആവില്ലെന്നറിഞ്ഞിട്ടും രമേശന്റെ തോളിൽ കൈ ചേർത്തു. നിനക്കറിയോ സതീശ, ഞാനാ അവളുടെ മരണത്തിന് ഉത്തരവാദി. അവളുടെ അമ്മ പോലും പറഞ്ഞതാ അവൾക്ക് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ പഠിച്ചോട്ടെ എന്ന്. പക്ഷേ മോൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല ജീവിതമാണെന്ന് കരുതി ഞാനാണ് അവളെ നിർബന്ധിച്ചത്. മാളു പോയ അന്ന് വീണതാ അവള്. ഇപ്പോൾ ശരിക്കും ഒരു ഭ്രാന്തിയെപ്പോലെ ഒരു മൂലയിൽ ഏതു നേരവും ഒരേ ഇരിപ്പാ. നിനക്കറിയോ സതീശ, വീട്ടിലെ ജോലി പോലും ചെയ്യാനുള്ള വിവരമില്ല അവൾക്കിപ്പോൾ. എല്ലാം ചെയ്യുന്നത് ഞാനാ. പുറത്താരോടും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് നിന്നോട് പറയണമെന്ന് തോന്നി. ഞാൻ കാരണം എൻ്റെ മോള് പോയി. എൻ്റെ മോളെ അമ്മയ്ക്ക് ഭ്രാന്തുമായി. ഒരു കല്യാണം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാ ഞങ്ങള്. ജീവിതം തന്നെ വെറുത്തുപോയി. പലപ്പോഴും ആലോചിച്ചതാ അവൾക്കും കുറച്ച് വിഷം കൊടുത്ത് ഞങ്ങളങ്ങ് ചത്താലോ എന്ന്. പക്ഷേ സ്വബോധമില്ലാതെ കിടക്കുന്ന അവളെ കാണുമ്പോൾ അതിനും പറ്റുന്നില്ല. ഞാനിങ്ങനെ നടക്കുന്നത് നീ നോക്കണ്ട. ഈ നെഞ്ചിലാകെ വലിയൊരു തീയാ. എപ്പോഴാ ഞാനും അവളെപ്പോലെയാകുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല. പറഞ്ഞു പറഞ്ഞ് അവർക്ക് പിരിയേണ്ട സ്ഥലം എത്തിയിരുന്നു. അത്ര നേരം രമേശൻ പറയുന്നതെല്ലാം കേട്ടു നടക്കുകയായിരുന്നു സതീശൻ. എങ്കിലും രമേശന്റെ വാക്കുകൾ സതീശന്റെ ഉള്ളിൽ കോരിയിട്ട തീക്കനൽ ചെറുതൊന്നുമായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞത് ആരതിയെ എൻ്റെ മോളെപ്പോലെ തന്നെ കണ്ടിട്ടാ. അവരൊരുമിച്ച് കളിച്ചു നടന്നിരുന്നവരല്ലേ. എൻ്റെ മോൾക്കോ ഈ ഗതിയായി. ആ ഗതി ആരതി മോൾക്ക് വരരുത്. ഞങ്ങൾ ഈ അനുഭവിക്കുന്ന വേദന നാളെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരരുത്. എല്ലാ ചെക്കന്മാരും ഒരുപോലെയാകണമെന്നില്ല. പെൺകുട്ടികളെ പൊന്നുപോലെ നോക്കുന്ന ആൺകുട്ടികളുമുണ്ട്. കെട്ടുമ്പോൾ നല്ലതായിട്ടുള്ള ആൺകുട്ടികളെ ഓരോന്ന് പറഞ്ഞുകൊടുത്ത് ദുഷ്ടന്മാരാക്കുന്ന കുടുംബക്കാരുമുണ്ട്. അവരുടെ ഒന്നും വാക്കു കേൾക്കാതെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പൊന്നുപോലെ നോക്കുന്നവരുമുണ്ട്. ഈ പറഞ്ഞത് തിരിച്ചും ആവാട്ടോ. പെൺകുട്ടികളും അവരുടെ വീട്ടുകാരും അത്ര മോശമാണെന്നാണോ? അതാ പറഞ്ഞത്. എല്ലാവരിലുമുണ്ട് നല്ലതും ചീത്തതും. നല്ലതിനെ കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം. മോളോട് ചോദിക്ക്. അവൾക്ക് ഇനിയും പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അവളെ പഠിപ്പിക്ക്. അവളെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്ക്. അവൾക്ക് പ്രായവും അധികമായിട്ടില്ലല്ലോ. 23 അല്ലേ ആയുള്ളൂ. പിന്നെ സ്വന്തമായി ഒരു ജോലിയുണ്ടെങ്കിൽ അത് പെൺകുട്ടികൾക്കൊരു ധൈര്യമാടോ. ആ ഒരു ധൈര്യത്തിൽ ഏത് സാഹചര്യത്തിലും അവർക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാനാവും. എന്നാ ശരി, ഞാൻ വരട്ടെ. മോളോട് ഇടയ്ക്കൊന്ന് അങ്ങോട്ട് വരാൻ പറയ്. ഒത്തിരിയായി മോളെ കണ്ടിട്ട്. എനിക്കെൻ്റെ മോളെ കാണുന്നത് പോലെ തന്നെയല്ലേ അവളും. മോളോട് ഞാൻ ചോദിച്ചെന്ന് പറയ്. അതും പറഞ്ഞ് സതീശന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് രമേശൻ ഇടവഴി തിരിഞ്ഞു നടന്നു. പതിയെ മുന്നോട്ട് നടന്നു പോകുന്ന രമേശനെ നോക്കി അല്പനേരം സതീശൻ അവിടെ തന്നെ അങ്ങനെ നിന്നു. ഒരു കല്യാണത്തിൻ്റെ രൂപത്തിൽ വന്ന് വിധി തകർത്തെറിഞ്ഞൊരു കുടുംബം. ചത്തു ജീവിക്കുന്ന 2 ജീവിതങ്ങൾ. സതീശന്റെ മനസ്സും ആകെ കലങ്ങി മറിഞ്ഞിരുന്നു. ദൂരേക്ക് മറയുന്ന രമേശനെ നോക്കിക്കൊണ്ട് സതീശനും പതിയെ തിരിഞ്ഞു നടന്നു. വീട്ടിലെത്തുമ്പോഴേക്കും മനസ്സിലെ ചിന്താഭാരം കൊണ്ടാകണം സതീശന് വല്ലാത്ത ക്ഷീണം തോന്നി. കയ്യിൽ കരുതിയിരുന്ന കടലാസുകൾ അടങ്ങിയ കവർ ഉമ്മറത്തെ തിണ്ണയിലേക്ക് വെച്ച ശേഷം അയാൾ പതിയെ പുറത്തെ പൈപ്പിനരികിലേക്ക് ചെന്നു. തണുത്ത വെള്ളം കൊണ്ട് മുഖം ഒന്നാകെ കഴുകിയപ്പോൾ തന്നെ അയാൾക്ക് കുറച്ചൊരു ആശ്വാസം തോന്നി. പൈപ്പിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് സതീശന്റെ ഭാര്യ ഗീത അപ്പോഴേക്കും ഉമ്മറത്തേക്ക് വന്നിരുന്നു.
തളർന്ന മുഖത്തോടെ ഉമ്മറത്തേക്ക് കയറി വരുന്ന സതീശനെ കണ്ട് അയാളുടെ ഭാര്യയ്ക്ക് വെപ്രാളമായി. പോയ കാര്യം ശരിയായില്ലേ ദൈവമേ, അങ്ങനെയെങ്കിൽ ഇനി എന്തു ചെയ്യും? അവർക്കുള്ളിൽ വല്ലാത്ത ആദിയായി. പോയ കാര്യം എന്തായി സതീശേട്ടാ? ബാങ്കീന്ന് എന്തു പറഞ്ഞു? ശരിയാവില്ലേ? അവർ ആദിയോടെ ചോദിച്ചു. നീ കുറച്ച് വെള്ളമെടുത്തേ, എന്താ ചൂട്? ഗീത അത് ചോദിച്ചപ്പോൾ സതീശൻ അതാണ് തിരിച്ചു പറഞ്ഞത്. അവർ വേഗം അകത്തേക്ക് ചെന്നു. അച്ഛൻ വന്നോ അമ്മേ? ഒരു പാത്രത്തിൽ നിറയെ വെള്ളവും ഒരു ഗ്ലാസുമായി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്ന ഗീതയെ കണ്ട് ആരതി ചോദിച്ചു. ദാ ഇപ്പോ വന്നേ ഉള്ളൂ. അവരതും പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. അവളും അവർക്ക് പിറകെ ചെന്നു. മനുഷ്യനെ ആദ്യ കയറ്റാതെ എന്തെങ്കിലും ഒന്ന് പറയ് സതീശേട്ടാ, എന്തായി, വല്ലതും നടക്കുവോ? അവർ സതീശന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് കുടിച്ച് അയാൾ വീണ്ടും വെള്ളത്തിനായി ഗ്ലാസ് നീട്ടിയപ്പോഴാണ് ഗീത അയാളോടത് ചോദിച്ചത്. അയാൾ അവരെ ഒന്ന് നോക്കി. ആ നോട്ടം കണ്ടതും ഗീതയിൽ ആദിയായി. ഇനിയും ശരിയായില്ലേ? ഇതും ശരിയായില്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ. ഗീത ആദിയോടെ അത് പറയുമ്പോൾ സതീശൻ അവരെ തന്നെ ഒന്ന് നോക്കി. ഒരു നിമിഷം രമേശന്റെ ഭാര്യ രാധയുടെ സ്ഥാനത്ത് അയാൾക്ക് സ്വന്തം ഭാര്യയെ തോന്നി. അയാളുടെ നെഞ്ചൊന്ന് കിടുങ്ങി. അയാൾ കണ്ണടച്ച് കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. അച്ഛൻ്റെ ആ ഭാവം ആരതിയിൽ വല്ലാത്ത നോവുണർത്തി. അവൾ അമ്മയെ ഒന്ന് നോക്കി. ദൂരേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. പക്ഷേ ആ കണ്ണിലേക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയോ കൂട്ടിയും കുറച്ചും ആലോചനയിലാണെന്ന്. അവൾക്ക് അമ്മയോട് വല്ലാത്ത പാവം തോന്നി. അവൾ പതിയെ ചെന്ന് നിലത്ത് അച്ഛൻ അരികിലായി ഇരുന്നു. പിന്നെ പതിയെ ആ കൈയെടുത്ത് തൻ്റെ കൈകൾക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചു. എന്തിനാ അച്ഛ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി നടക്കുന്നേ? ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ടെന്ന്, എനിക്കിനിയും ഒരുപാട് പഠിക്കണമെന്ന്. അവൾ അച്ഛൻ്റെ കൈ പിടിച്ചു പറഞ്ഞതും അയാൾ കണ്ണു തുറന്ന് അവളെ ഒന്ന് നോക്കി. ഒരു നിമിഷം അയാളുടെ കണ്ണിൽ അവൾക്കു പകരം തെളിഞ്ഞു വന്നത് രമേശന്റെ മകൾ മാളുവിനെയാണ്. അന്ന് മാളു രമേശനോട് എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് തൻ്റെ മകളും തന്നോടിപ്പോൾ പറയുന്നതെന്ന് സതീശന് തോന്നി. അയാൾക്ക് വല്ലാത്ത ഹൃദയഭാരം തോന്നി. മോളെന്താ പറഞ്ഞേ? അയാൾ വല്ലാത്തൊരു ഭാവത്തോടെ ആരതിയോട് ചോദിച്ചു. എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ടെന്ന്. ഒരു ജോലിയൊക്കെ കിട്ടി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം കുറച്ചു കാലം ജീവിക്കണം. എന്നിട്ട് മതി കല്യാണം. 2 മാസം കഴിഞ്ഞാൽ റെയിൽവേയുടെ എക്സാം വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് റെസ്റ്റ് ഇല്ലാതെ പഠിച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും അതിൽ കയറി പറ്റും. ഈ കല്യാണത്തിരക്കിൻ്റെ കൂടെ എങ്ങനെ പഠിക്കാനാ? അതും കല്യാണം കഴിഞ്ഞാൽ പഠിക്കാനും ജോലിക്ക് പോകാനുമെല്ലാം സമ്മതിക്കുമെന്ന് അവർ പറയുന്നതല്ലേ. അത് അങ്ങനെ തന്നെ ആകുമോ എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ കല്യാണം വേണ്ട അച്ഛാ. അച്ഛൻ ഇങ്ങനെ പൈസയ്ക്കായി എന്നും ബാങ്കിൽ കയറി ഇറങ്ങുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവൾ അത് പറഞ്ഞതും സതീശൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അയാളുടെ കണ്ണിൽ നേരത്തെ കണ്ട ഭാവം അവൾക്ക് എന്തോ ഒരു പ്രതീക്ഷ നൽകിയിരുന്നു. അതുകൊണ്ടാണ് അവൾ അത്രയും പറഞ്ഞത്. അച്ഛൻ്റെ ബുദ്ധിമുട്ട് അവിടെ നിൽക്കട്ടെ. മോൾക്ക് എന്താ വേണ്ടേ? ഇപ്പോൾ ഒരു കല്യാണം വേണോ അതോ പഠിച്ച് ഒരു ജോലിയൊക്കെ ആയിട്ട് മതിയോ? സതീശൻ ഒരു പുഞ്ചിരിയോടെ തന്നെ ചോദിക്കുമ്പോൾ ആരതിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു. അച്ഛാ, അച്ഛൻ കാര്യമായിട്ടും പറഞ്ഞതാണോ? അവൾ കേട്ടത് സത്യമാണെന്ന് ഉറപ്പിക്കാനായി വീണ്ടും ചോദിച്ചു. സത്യം. എൻ്റെ മോളെ ഇഷ്ടം എന്താണോ നമുക്കതുപോലെ ചെയ്യാം. അയാൾ അതുകൂടി പറഞ്ഞതും അവൾ അച്ഛൻ്റെ കവിളിൽ സന്തോഷത്തോടെ ചുണ്ടമർത്തിയിരുന്നു. അയാൾ ഒരു പുഞ്ചിരിയോടെ അവളുടെ തലയിലൊന്ന് തലോടി. അല്പം മുൻപ് വരെ ഉണ്ടായിരുന്നൊരു ഭാരം നെഞ്ചിൽ നിന്നും നീങ്ങിപ്പോയതുപോലെ സതീശന് തോന്നി. അപ്പോഴും മാളു ഒരു വിങ്ങലായി അയാളുടെ മനസ്സിൽ കിടന്നു. നിങ്ങളിത് എന്തൊക്കെയാ മനുഷ്യ പറയുന്നേ? ലോണ് ശരിയായില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ ഇതിപ്പോൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇനി എന്താ അവരോട് പറയാൻ പോകുന്നേ? ഗീതയത് പറയുമ്പോൾ സതീശൻ അവരെ ഒന്ന് വെറുതെ നോക്കിയതേയുള്ളൂ. മോൾക്ക് അവനെ മറക്കാൻ പറ്റുമോ? അയാൾ വീണ്ടും ആരതിയോട് ചോദിച്ചു. അതു കേട്ട് ആരതി ഒന്ന് അയാളെ നോക്കി പുഞ്ചിരിച്ചു. മറക്കാതിരിക്കാൻ മാത്രം ഞങ്ങൾ തമ്മിൽ അടുത്തിട്ടില്ലല്ലോ അച്ഛാ. അന്ന് അച്ഛൻ്റെ മുൻപിൽ വെച്ച് ആ സംസാരിച്ചതാണ് ഞങ്ങൾ തമ്മിൽ ആകെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടൊന്നും ഇല്ലച്ഛാ. എനിക്ക് മാത്രമല്ല ആർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പഠിക്കണം, ജോലി വാങ്ങണം, സ്വന്തം കാലിൽ നിൽക്കണം, അച്ഛനെയും അമ്മയെയും എൻ്റെ അധ്വാനം കൊണ്ട് നോക്കണം. ഇപ്പോൾ അത്ര മാത്രമേയുള്ളൂ.
അവൾ പറഞ്ഞതും സതീശൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നാൽ വിളിച്ചു പറയാം അല്ലേ? സതീശൻ ആരതിയെ നോക്കി ചോദിച്ചതും അവൾ ഉത്സാഹത്തോടെ അതേ എന്ന് തലയാട്ടി. നിങ്ങളിത് എന്താ മനുഷ്യ ചെയ്യുന്നേ? ആരോടെങ്കിലും ഒന്ന് ആലോചിക്കാതെ? ഒന്നുമില്ലെങ്കിലും ഇവൾക്കൊരു ഏട്ടനില്ലേ? അവനോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? അയാൾ ഫോണെടുത്ത് ആരെയോ വിളിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായതും ഗീത ഇടയിൽ കയറി പറഞ്ഞു. അതിന് അയാൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇവളല്ലേ ജീവിക്കേണ്ടത്? ഇവളുടെ ജീവിതമല്ലേ? ഇവളോട് ആലോചിച്ച് തീരുമാനിച്ചു. തൽക്കാലം അത് മതി. എൻ്റെ മോളെ സന്തോഷമാണ് എനിക്ക് വലുത്. പിന്നെ നമ്മുടെ മോനോട് ആലോചിക്കേണ്ടത്. ഇതു കേട്ടാൽ അവന് സന്തോഷമാവുകയേയുള്ളൂ. ഇവൾക്ക് കല്യാണം നോക്കി തുടങ്ങിയപ്പോൾ തന്നെ അവൻ എന്നോട് പറഞ്ഞതാ. എന്തിനാ അച്ഛാ ഇപ്പോൾ ഒരു കല്യാണം? അവൾ പഠിക്കുകയല്ലേ, ഒരു ജോലിയൊക്കെ ആയിട്ട് പോരേ കല്യാണമെന്ന്. ഇനിയിപ്പോൾ അവന് സമ്മതമല്ലെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. അച്ഛൻ അത് പറഞ്ഞു നിർത്തിയപ്പോഴാണ് ആരതിക്ക് സമാധാനമായത്. അമ്മ ഇനി എന്തെങ്കിലും പറഞ്ഞ് അച്ഛൻ്റെ മനസ്സ് മാറ്റുമോ എന്ന് പോലും അവൾ പേടിച്ചു പോയിരുന്നു അപ്പോഴേക്കും. അയാൾ ആദ്യം വിളിച്ചത് കല്യാണാലോചന കൊണ്ടുവന്ന ബ്രോക്കറെയാണ്. അയാളുടെ കോൾ സ്പീക്കറിൽ ഇടുകയും ചെയ്തു. ആ സതീശ പറയ്. അയാൾ ഫോൺ എടുത്തതും പറഞ്ഞു. രാഘവേട്ട, ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം പറയാനാ. എന്തേ സതീശ, എന്താണേലും പറഞ്ഞോ? രാഘവേട്ടൻ പറഞ്ഞു. അത് ചെറിയൊരു പ്രശ്നമുണ്ട്. വിചാരിച്ച പണം ശരിയായില്ല. വീടിൻ്റെ ആധാരം പണയം വെച്ച് ലോൺ എടുക്കാമെന്നാണല്ലോ കരുതിയിരുന്നത്. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ബാങ്കിൽ കുറേ പ്രാവശ്യം ചെന്നു കണ്ടു നോക്കി. പക്ഷേ അവരുടെ സംസാരത്തിൽ ഇതൊന്നും റെഡിയാവില്ലെന്നാ. ലോൺ കിട്ടാതെ എന്നെക്കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ലെന്ന് രാഘവേട്ടന് അറിയാലോ. എന്താ സതീശ നീ ഈ പറയുന്നേ? പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തു ചെയ്യാനാ? വേറെ എവിടുന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റില്ലേ? അരുൺ എന്താ പറയുന്നേ? അരുൺ ഇപ്പോൾ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല രാഘവേട്ട. ഇങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക? രാഘവേട്ടൻ കൈമലർത്തി. അവർക്കതിന് പൊന്നും പണവും ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ കുട്ടിയുടെ കാര്യത്തിന് സന്തോഷത്തോടെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു എന്നല്ലാതെ. സതീശൻ പറഞ്ഞു. അവർ തമ്മിലുള്ള സംസാരം കേൾക്കുമ്പോൾ അവളുടെ അമ്മയ്ക്ക് ആകെ വല്ലാതാവുന്നുണ്ടായിരുന്നു. തൻ്റെ മോളെ വിവാഹം മുടങ്ങുകയാണോ എന്ന ആവലാതി അവർക്കുള്ളിൽ നിറഞ്ഞു വന്നു. ഞാനൊരു കാര്യം പറയട്ടെ സതീശ. അവർ വലിയ തറവാട്ടുകാരാ. അതുകൊണ്ട് തന്നെ അവരൊന്നും വേണ്ടെന്നേ പറയുകയുള്ളൂ. പക്ഷേ കണ്ടറിഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എങ്കിലേ നമ്മുടെ കുട്ടിയുടെ ജീവിതം അവിടെ നല്ലതാവൂ. രാഘവേട്ടൻ അങ്ങനെ പറഞ്ഞതും സതീശനും ഗീതയും ഒന്ന് ഞെട്ടിക്കൊണ്ട് മുഖത്തോട് മുഖം നോക്കി. ആരതിയിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അവളിതൊക്കെ പ്രതീക്ഷിച്ചിരുന്നിരിക്കാം. അന്ന് വന്നപ്പോൾ തന്നെ കണ്ടില്ലേ അവരുടെ തറവാടിൻ്റെ അന്തസ്സും മഹിമയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? അതെന്തിനാണെന്നാ? നമ്മൾ അവരുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത് എന്തെങ്കിലും കണ്ടറിഞ്ഞു കൊടുക്കാൻ വേണ്ടി തന്നെയാ. അറിഞ്ഞിടത്തോളം ആ തറവാട്ടിലെ കാര്യങ്ങളും മറ്റും തീരുമാനിക്കുന്നത് അവിടുത്തെ അമ്മാവന്മാരും കാരണവന്മാരും തന്നെയാ. ആ ചെക്കനൊരു പാവ. അവനെ എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഈ ആലോചന കൊണ്ടുവന്നത് തന്നെ. പക്ഷേ അവരുടെ മുൻപിൽ ചിലപ്പോൾ ആ ചെക്കനും പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. എത്രയായാലും വീട്ടുകാർ ഇടഞ്ഞു നിന്നാ അതൊരു സമാധാനക്കേടാവും. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച പൊന്നും പണവും കൊടുക്കാൻ സാധിച്ചിരുന്നേൽ ആരതിക്ക് അവിടെ പരമസുഖമായേനെ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലാത്തതുകൊണ്ട് എന്താവുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവർ കല്യാണത്തിന് സമ്മതിക്കുമോ എന്ന് പോലും സംശയമാണ്. എന്താ ഇപ്പോൾ ചെയ്യുക? രാഘവേട്ടൻ പറഞ്ഞു നിർത്തുമ്പോൾ സതീശന്റെ മുഖത്ത് ടെൻഷനോ വെപ്രാളമോ ഒന്നുമില്ലായിരുന്നു. അയാളുടെ മുഖത്തൊരു നേർത്ത പുഞ്ചിരിയുണ്ടായിരുന്നു. തൻ്റെ മകൾ ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്നൊരു സമാധാനം അയാളുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. രമേശനെ കാണാനും അവന് തന്നോട് അങ്ങനെയൊക്കെ പറയാനും തോന്നിയതിൽ സതീശൻ ആ നിമിഷം ദൈവത്തിനോട് നന്ദി പറഞ്ഞു പോയി. അവരോട് എന്തെങ്കിലും പറഞ്ഞ് ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ടല്ല രാഘവേട്ട ഞാനിപ്പോൾ വിളിച്ചത്. ഈ കല്യാണം വേണ്ടെന്ന് പറയാനാ. നിശ്ചയമായി ഒന്നും നടത്തി വെക്കാത്തതുകൊണ്ട് രണ്ടു കൂട്ടർക്കും പൈസ ചെലവുണ്ടായിട്ടില്ലല്ലോ. ഇനി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതൊന്ന് രാഘവേട്ടൻ അവരോട് പറയണം. അല്ലെങ്കിൽ വേണ്ട. രാഘവേട്ടന് ഒഴിവുണ്ടെങ്കിൽ നമുക്കിന്ന് തന്നെ ചെന്ന് അവരോട് നേരിട്ട് സംസാരിക്കാം. ഇതിനി അധികം വെച്ച് താമസിപ്പിക്കണ്ട. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അതാ നല്ലത്. നമുക്ക് വേറെ നോക്കാം. രാഘവേട്ടൻ അത് പറഞ്ഞതും സതീശൻ ഒന്ന് ചിരിച്ചു. തൽക്കാലം ഇപ്പോൾ വേണ്ട രാഘവേട്ട. കുറച്ചൊന്ന് കഴിയട്ടെ. മോൾക്ക് ഇനിയും പഠിക്കണമെന്നാ പറയുന്നേ.
ഒരു ജോലിയൊക്കെ ആയിട്ട് മതി കല്യാണമെന്ന്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ പോട്ടെ. കല്യാണം നോക്കി തുടങ്ങുമ്പോൾ എന്തായാലും രാഘവേട്ടനോട് പറയാം. സതീശൻ അത് പറഞ്ഞതും രാഘവേട്ടൻ ഒന്ന് ചിരിച്ചു. ആ, ജോലിയുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് അതൊരു ധൈര്യ. എന്തായാലും വൈകിട്ട് നമുക്കൊന്ന് അവിടം വരെ ചെല്ലാം. ഒരു 3:30 ആകുമ്പോഴേക്കും താൻ ഇങ്ങോട്ട് വന്നാൽ മതി. കുറച്ച് പോവാനില്ലേ അവിടേക്ക്? നേരം വൈകി ചെല്ലുന്നതും ശരിയല്ലല്ലോ. ഓ ശരി, ഞാൻ അപ്പോഴേക്കും അങ്ങോട്ടെത്താം. സതീശൻ അതും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അപ്പോഴേക്കും മാരുതി അയാളെ സന്തോഷം കൊണ്ട് ഇറുക്കെ പുണർന്നിരുന്നു. എന്തേ, ഇപ്പോൾ നിനക്ക് സമാധാനമായോ? നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അത്യാവശ്യം പൊന്നും പണവും ഒക്കെ കൊടുക്കും. പക്ഷേ അതെല്ലാം തീരുന്നൊരു സമയത്ത് ഇവളുടെ ആ വീട്ടിലെ ഗതി എന്താകുമെന്ന് നീ ഓർത്തിട്ടുണ്ടോ? അങ്ങനെ പൊന്നും പണവും നോക്കാത്തവരാണെങ്കിൽ രാഘവേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നോ? ഇതിപ്പോ ഈ കല്യാണം നടന്നില്ലെന്നേ ഉള്ളൂ. നാട്ടുകാരെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ നമ്മുടെ മോളെന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ. സതീശൻ അത് പറയുമ്പോൾ അതിലെ കാര്യം മനസ്സിലായതുപോലെ ഗീതയും ഒന്ന് തലയാട്ടി. വലിയൊരു സങ്കടത്തിൽ നിന്നും തൻ്റെ മോള് രക്ഷപ്പെട്ടല്ലോ എന്നൊരു സമാധാനം അവരുടെ ഉള്ളിൽ നിറഞ്ഞു. ഒരാളെ കൂടി വിളിക്കാനുണ്ട്. സതീശൻ അതും പറഞ്ഞ് ഫോണിൽ ആരെയോ വിളിച്ചു. ആരതിയും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ആ പ്രജീഷേ, സതീശേട്ടനാണേ? ആ മനസ്സിലായി സതീശേട്ടാ, പറഞ്ഞോ. അത് ആ പാസ്സായ ലോൺ നമുക്ക് വേണ്ടാട്ടോ. അതെന്തു പറ്റി? കല്യാണത്തിന് വേണ്ടി എടുക്കുന്നതല്ലേ? ആ, കല്യാണത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ അവൾക്കിപ്പോൾ ഒരു കല്യാണം വേണ്ടെന്ന്. ഇനിയും പഠിക്കണമെന്ന്. പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ട് മതിയെന്ന്. എന്നാ പിന്നെ ഞാനും വിചാരിച്ചു അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്. സതീശൻ അത് പറയുമ്പോൾ അപ്പുറത്ത് പ്രജീഷിന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. സതീശൻ ഫോൺ വെക്കുമ്പോൾ ആരതിയും അമ്മയും അയാളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആരതിയുടെ മുഖത്ത് കുറുമ്പ് നിറഞ്ഞ ചിരിയാണെങ്കിൽ അമ്മയുടെ മുഖത്ത് സംശയമാണ്. ആ സംശയത്തിന്റെ ഉത്തരമായി ബാങ്കിൽ നിന്നും വരുന്ന വഴിക്ക് രമേശനെ കണ്ടതും സംസാരിച്ചതുമെല്ലാം പറഞ്ഞു. രമേശന്റെ കണ്ണീരാണ് തന്റെ കണ്ണു തുറപ്പിച്ചതെന്ന് സതീശൻ പറയുമ്പോൾ ആരതിയുടെയും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആരതി ഒന്നും പറയാതെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. അവൾ പോകുന്നതും നോക്കി നിന്ന സതീശന്റെയും ഗീതയുടെയും ഉള്ളം മാളുവിനെ ഓർത്ത് വിങ്ങിയിരുന്നു. ആരതി നേരെ ചെന്നത് മുറിയിലേക്കാണ്. മാളുവിനെ ഓർത്തതും അവൾക്ക് വല്ലാതെ നോവുന്നുണ്ടായിരുന്നു. മാളവിക എന്ന മാളുവും ആരതി എന്ന ആരുവും അത്രമേൽ അടുത്ത കൂട്ടുകാരികളായിരുന്നു. പരസ്പരം അറിയാത്ത ഒരു രഹസ്യവും അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ ഒരു കല്യാണമൊന്നും വേണ്ടടി, നിന്നെപ്പോലെ എനിക്കും പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു കരഞ്ഞ മാളുവിനെ അവൾക്ക് ഓർമ്മ വന്നു. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 2 ദിവസം തമ്മിൽ സംസാരിച്ചിരുന്നു. പിന്നീട് സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാമെന്നും പറഞ്ഞു വെച്ചതാണ്. അവളുടെ വിളിയും മെസ്സേജും ഒന്നും 3-4 ദിവസം കഴിഞ്ഞിട്ടും കാണാതെയായപ്പോൾ അങ്ങോട്ട് വിളിച്ചു നോക്കി. അന്ന് അവൾ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞെന്ന് വരുത്തി ഫോൺ വെച്ചു കളഞ്ഞു. പുതിയ വീടും ജീവിതവുമല്ലേ, അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് കരുതി പിന്നീട് അങ്ങോട്ട് വിളിച്ചിട്ടില്ല. പിന്നെ വിളിച്ചത് അവൾ മരിക്കുന്നതിന് 2 ദിവസം മുൻപാണ്. അന്ന് അവളുടെ സംസാരത്തിൽ യാതൊരു കുഴപ്പവും തോന്നിയിരുന്നില്ല. എന്തെങ്കിലും ഒരു സംശയം തനിക്ക് തോന്നിയിരുന്നെങ്കിൽ അവൾക്ക് കൂട്ടായി താൻ ഉണ്ടാകുമായിരുന്നു. പക്ഷേ സംശയത്തിന്റെ ഒരു തുമ്പും അവൾ തന്നിരുന്നില്ല. അതിനുശേഷം കൃത്യം 2-ാമത്തെ ദിവസമാണ് അവൾ മരിച്ചെന്ന് അറിയുന്നത്. കല്യാണം കഴിഞ്ഞ് കൃത്യം 1 മാസമാകുമ്പോഴേക്കും അവൾ ഈ ഭൂമിയിൽ നിന്നും പോയിരിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. അന്ന് ആ വേദന എങ്ങനെയാണ് സഹിച്ചതെന്ന് ഇപ്പോഴും ഓർക്കാൻ വയ്യ. അവളെപ്പോലെ തന്നെ തൻ്റെ ജീവിതവും ഒരു പക്ഷേ ഒരു കയറിൽ തീർന്നേക്കാമെന്ന് അവൾക്ക് ചിലപ്പോൾ തോന്നിക്കാണും. അതുകൊണ്ടാകും അവളെ അച്ഛന് തൻ്റെ അച്ഛനോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്. അവൾ തന്നെ പറയിപ്പിച്ചതായിരിക്കുമെന്ന് ആരതിക്ക് തോന്നി. അവൾ ഫോണെടുത്ത് അതിൽ ആരതിയും മാളുവും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്തു നോക്കി. ചിരിച്ചുകൊണ്ട് തന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മാളു. ഹൃദയം വല്ലാതെ നോവുന്നുണ്ട്. അതുകൊണ്ടാകണം കണ്ണു നിറഞ്ഞ് അവളുടെ കാഴ്ച മങ്ങിയത്. അവൾ പതിയെ മാളുവിൻ്റെ ചിത്രത്തിലൂടെ വിരലോടിച്ചു. അപ്പോഴും ചിരിച്ചു നിൽക്കുന്ന മാളുവിൻ്റെ ചിത്രം നിറഞ്ഞ കണ്ണുനീരിലും അവൾ കണ്ടു. ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് കരയുമ്പോൾ ചുറ്റിലും എല്ലാവരും ഉണ്ടായിട്ടും അവൾ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അരുണിനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവനിത് കേട്ടാൽ സന്തോഷമാവുകയുള്ളൂ എന്ന്. സതീശൻ പറഞ്ഞതും ഗീതയൊന്ന് തലയാട്ടി. ഞാൻ എന്നാ പോയിട്ട് വരാം. പോകുന്നതിന് മുൻപ് ഒന്ന് രമേശന്റെ അടുത്ത് കയറണം. ഊണ് കഴിഞ്ഞ് അല്പനേരം ഉമ്മറത്തിരുന്ന ശേഷം പുറത്തേക്കിറങ്ങിക്കൊണ്ട് സതീശൻ ഗീതയോട് പറഞ്ഞു.
അപ്പോഴാണ് ആരതി അവിടേക്ക് വരുന്നത്. അച്ഛാ, ഞാനും വരുന്നു. അച്ഛൻ മാളുവിൻ്റെ വീട്ടിലേക്കല്ലേ? ആരതി അത് ചോദിച്ചതും അയാളൊന്ന് തലയാട്ടി. അമ്മേ, ഞാനും ഒന്ന് പോയിട്ട് വരാം. ഇപ്പോൾ കുറേ ആയില്ലേ അവിടേക്കൊന്ന് പോയിട്ട്? നോക്കി പോയിട്ട് വാ. അമ്മ അത് പറഞ്ഞതും അവളും മുറ്റത്തേക്കിറങ്ങി ചെരുപ്പിട്ട് അച്ഛൻ്റെ കൂടെ നടന്നു. അച്ഛാ, വണ്ടി നന്നാക്കി കിട്ടാനായോ? ഇല്ല, 2 ദിവസം കൂടിയാകും. ഞാനിന്ന് വിളിച്ചു നോക്കിയിരുന്നു. ഈ വണ്ടി ഒന്ന് മാറ്റി പുതിയതൊന്ന് വാങ്ങാൻ എത്രയായി പറയുന്നു? അതിന് അയാളൊന്ന് പതിയെ ചിരിച്ചു. അയാളുടെ പോക്കറ്റിൽ എന്തുണ്ടെന്ന നല്ല ബോധ്യം അയാൾക്കുണ്ടായിരുന്നു. ആ ചിരിയുടെ അർത്ഥം മനസ്സിലായിട്ടെന്ന പോലെ പിന്നെ ഒന്നും പറയാതെ അവളും അയാൾക്കൊപ്പം മുന്നോട്ട് നടന്നു. മാളു മരിച്ചിട്ടും കുറച്ചു കാലം ഇടയ്ക്കിടയ്ക്ക് ആരതി അവിടേക്ക് പോയിരുന്നു. പിന്നീട് അവരുടെ വേദനയും സങ്കടവും കണ്ടു നിൽക്കാൻ ആവാത്തതുകൊണ്ടാണ് അവിടേക്കുള്ള പോക്കും വരവും കുറച്ചത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അവിടേക്ക് പോകാൻ തോന്നുന്നത് പോലെ, തൻ്റെ മാളു തന്നെ അവിടേക്ക് വിളിക്കുന്നത് പോലെ. മാളു അവർക്ക് ഒറ്റ മോളല്ലേ? അവളുടെ വേർപാട് ആ അച്ഛനും അമ്മയും എങ്ങനെ സഹിക്കും? രമേശൻ മാളുവിനെയും ആരതിയെയും വേർതിരിച്ചു കണ്ടിട്ടില്ല. ആരതിയുടെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. കൂട്ടുകാരികളെപ്പോലെയായിരുന്നില്ല, സഹോദരിമാരെ പോലെയായിരുന്നു അവർ. അങ്ങനെയെങ്കിൽ താനും അവർക്ക് മകൾ തന്നെയല്ലേ? മാളുവില്ലെങ്കിൽ അവർക്ക് പകരമാകില്ലെങ്കിലും അവർക്കല്പം ആശ്വാസമേകാൻ താൻ കൂടെ നിൽക്കേണ്ടതല്ലേ? അവരുടെ വേദന കണ്ടു നിൽക്കാൻ ആകില്ലെന്നും പറഞ്ഞ് കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം അവിടേക്ക് പോകാതിരുന്നതിൽ അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. അവൾ പതിയെ അച്ഛനൊപ്പം നടന്നു. തൻ്റെ മാളുവിൻ്റെ അച്ഛനെയും അമ്മയെയും കാണാൻ. അല്ല, തൻ്റെ തന്നെ അച്ഛനെയും അമ്മയെയും കാണാൻ. അപ്പോൾ അദൃശ്യമായ 2 കൈകൾ ആരതിയുടെ കൈകളെ ചുറ്റിപ്പിടിച്ചിരുന്നു.